കോഴിക്കോട് ബേപ്പൂരിൽ NDA സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തുന്ന റോഡ് ഷോയാണ് പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. NDA പ്രവർത്തകർക്ക് ആവേശം നൽകിക്കൊണ്ട് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബേപ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് അമിത്ഷായ്ക്ക് നിരവധി പ്രചാരണ പരിപാടികളുണ്ട്. കുന്നത്തുനാട്ടിൽ 2020 സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അമിത്ഷാ എത്തുന്നുണ്ട്. ഹരിപ്പാട് സന്ദീപ് വചസ്പതിക്ക് വേണ്ടിയും ഇന്ന് അമിത്ഷാ പ്രചാരണത്തിനായി എത്തും. വിവരങ്ങളുമായി ബേപ്പൂരിൽ നിന്ന് അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി കുഞ്ഞുമോൻ, അമിത്ഷായുടെ റോഡ് ഷോ ബേപ്പൂരിൽ പുരോഗമിക്കുകയാണ്. NDA പ്രവർത്തകർക്ക് ആവേശം വിതറി റോഡ് ഷോ പുരോഗമിക്കുന്നു. പുഷ്പവൃഷ്ടി നടത്തിയും താളമേളങ്ങളാലും അമിത്ഷായെ NDA പ്രവർത്തകർ വരവേൽക്കുന്നു. അദ്ദേഹം ഈ പുഷ്പങ്ങൾ തിരികെ BJP NDA പ്രവർത്തകർക്കുമേലും വർഷിക്കുന്നുണ്ട്. ആ റോഡ് ഷോ ഇപ്പോഴും തുടരുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, അമിത്ഷായുടെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന്റെ റോഡ് ഷോയിലാണ് അമിത്ഷാ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് അമിത്ഷായ്ക്ക് ഈ റോഡ് ഷോ മാത്രമാണ്. മറ്റ് 2 സ്ഥലങ്ങളിലാണ് അദ്ദേഹം പൊതുവേദിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ ബേപ്പൂരിൽ മാത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരെയാണ് ഈ റോഡ് ഷോ നടക്കുന്നത്. MT രമേശ് അടക്കമുള്ള സംസ്ഥാന നേതാക്കളും ഈ ഓപ്പൺ വാഹനത്തിൽ അമിത്ഷായെ അനുഗമിക്കുന്നുണ്ട്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ വലിയൊരു മേൽക്കോയ്മ നേടാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും ശക്തമായ വോട്ട് ഉള്ള ഒരു മണ്ഡലമാണ്. BJPക്ക് വോട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് ബേപ്പൂർ മണ്ഡലം. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ബേപ്പൂരിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് വിജയിച്ചിരുന്നത്. അത്തരത്തിൽ വലിയ മുന്നേറ്റം BJPക്ക് കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. ആ ഒരു വിജയ പ്രതീക്ഷയിലാണ് അവർ ഇത്തവണയും മത്സരത്തിന് വേണ്ടി ഇറങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെയും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോഴിക്കോട് ജില്ലയിൽ പ്രധാനമായും BJPയുടെ ഒരു ദേശീയ തലത്തിലുള്ള നേതാവ് പങ്കെടുക്കുന്ന ആദ്യത്തെ ഒരു പൊതുപരിപാടി കൂടിയാണ് ബേപ്പൂരിൽ നടക്കുന്നത്. ഇവിടെ മാത്രമാണ് നിലവിൽ ദേശീയ തലത്തിലുള്ള ഒരു നേതാവ് പങ്കെടുക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്നലെ വൈകുന്നേരം കോഴിക്കോട് എത്തിയ അമിത്ഷാ വിവിധ രാഷ്ട്രീയ കക്ഷികളും വിവിധ ആളുകളുമായിട്ടൊക്കെ തന്നെയും കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിരുന്നു. പൗരപ്രമുഖരടക്കമുള്ള ആളുകളുമായിട്ടൊക്കെ വലിയ തലത്തിൽ കൂടിക്കാഴ്ച നടത്തുകയും രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വിവിധ കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തുകയും ചെയ്തിരുന്നതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏതായാലും നിരവധി പ്രവർത്തകർ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുഷ്പവൃഷ്ടികൾ എറിയുമ്പോൾ തിരിച്ചും അതേ പൂക്കൾ അദ്ദേഹവും എറിയുന്നുമുണ്ട്. അതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഏതായാലും ഇപ്പോഴും റോഡ് ഷോ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിലീപ് കുമാർ, ബേപ്പൂരിൽ ഇപ്പോൾ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്ന റോഡ് ഷോയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.